ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹം നൽകുന്ന ദിവ്യകാരുണ്യനാഥ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഇന്ന് അങ്ങയെ ആരാധിക്കുന്നു. ജൂലൈ 30 ബുധനാഴ്ചയുടെ പ്രഭാതം കാണാൻ ഭാഗ്യം തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഈ ദിവസം മുഴുവനും അവിടുത്തെ സംരക്ഷണത്തിൻ്റെ കരം ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ. ഇന്ന് ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിക്കുന്ന എല്ലാ നിയോഗങ്ങൾക്കും അങ്ങ് ഉത്തരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 10 അധ്യായം 27 ഇന്ന് ധ്യാനിക്കാം. എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു, എനിക്ക് അവയെ അറിയാം, അവ എന്നെ അനുഗമിക്കുന്നു. വലിയ നോമ്പിൻ്റെ കാലത്ത് എല്ലാ ദിവസവും ഇടവകയിലെ കുട്ടികളെയും യുവജനങ്ങളെയും കൂട്ടി കനകമല കയറാൻ പോകുന്നത് ഓർക്കുന്നു. അതിൽ ചില കുട്ടികൾ ഞാൻ വയ്ക്കുന്ന കാൽപ്പാടുകൾ അതുപോലെ പിന്തുടരാൻ ശ്രമിക്കുന്നത് കൗതുകത്തോടെ ഞാൻ നോക്കാറുണ്ട്. ഇന്നത്തെ വചനം വായിച്ചപ്പോൾ എൻ്റെ കാലടി പിന്തുടരുന്നവരെ ഞാൻ ശ്രദ്ധിച്ചതുപോലെ, എന്നാൽ അതിനേക്കാൾ ഏറെ കൊതിയോടെ ഈശോയുടെ കാലടികളെ പിന്തുടരുന്നവരെ ഈശോ ശ്രദ്ധിക്കുന്നുണ്ടാകില്ലേ എന്ന് ധ്യാനിക്കുകയായിരുന്നു. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ 2 പാവപ്പെട്ട കന്യാസികളെക്കുറിച്ച് വായിക്കുന്നുണ്ട്. ഛത്തീസ്ഗഡിൽ കർത്താവിൻ്റെ കാലടികൾ പിന്തുടരാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായ ബുദ്ധിമുട്ടുകൾ, അവരെ ബജ്രംഗ് ദൾ പ്രവർത്തകർ എപ്രകാരം സ്വീകരിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നു. പക്ഷേ കർത്താവ് അവരെ ശ്രദ്ധിച്ചു. ഒപ്പം ലോകം മുഴുവനും ഇന്ന് ആ 2 കന്യാസികളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക, അവരോടൊപ്പം നിൽക്കാനായിട്ട് കൊതിച്ചുകൊണ്ടിരിക്കുക. ഈശോയുടെ കാലടികൾ പിന്തുടരുന്നവരെ ഒരിക്കലും ലോകം മുഴുവനുമായിട്ട് തള്ളിക്കളയില്ല എന്നുള്ളതിൻ്റെ വലിയ സൂചന ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുക. കർത്താവേ, അങ്ങയുടെ സ്വരം കേൾക്കാൻ, അങ്ങയൊന്ന് കാണാൻ, അങ്ങയെ അനുഗമിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതുപോലെ വരം തരണമേ എന്ന് ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മ നിറഞ്ഞൊരു ദിവസം ഉണ്ടാകട്ടെ. ആ സിസ്റ്റേഴ്സിന് ജാമ്യം കിട്ടാൻ വേണ്ടി ഇന്ന് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.